സദസ്സിന് നമസ്കാരം. സൂര്യന് മുൻപായി പകൽ നക്ഷത്രം കാണുമ്പോൾ ഉടനെ ആരംഭിക്കുവാൻ പോകുന്ന പകലിന്റെ ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. പാപം നിമിത്തം അന്ധകാരം നിറഞ്ഞ മനുഷ്യ ഹൃദയങ്ങളിൽ വെളിച്ചം വീശുകയും നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹാഗ്നി കത്തിജ്വലിപ്പിക്കുകയും ചെയ്യുന്ന രക്ഷകന്റെ വരവിന് മുൻപ് ഉദിച്ചുയർന്ന പ്രഭാത നക്ഷത്രമാണ് പരിശുദ്ധ കന്യകാ മറിയം. ഇംഗ്ലണ്ടിന്റെ കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ ഇപ്രകാരം പറയുന്നു: മറിയം അതിവിശിഷ്ടമായ ഒരു സക്രാരിയാണ്, സ്വർഗീയ മഞ്ഞ ഉൾക്കൊള്ളുന്ന കുസ്തോതിയാണ്. ഇംഗ്ലണ്ടിന്റെ കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ ഇപ്രകാരം പറയുന്നു: മറിയം അതിവിശിഷ്ടമായ ഒരു സക്രാരിയാണ്, സ്വർഗീയ മഞ്ഞ ഉൾക്കൊള്ളുന്ന കുസ്തോതിയാണ്. ഈശ്വര നിർമ്മിതമായ അരുളിക്കയാണ്. കാരണം ദൈവവചനം മാംസം ധരിച്ച് രൂപമെടുത്തത് അവളിൽ നിന്നാണ്. ഇന്ന് സെപ്റ്റംബർ 8 പരിശുദ്ധ ദൈവമാതാവിന്റെ പിറവി തിരുനാൾ തിരുസഭ ആഘോഷമാക്കുമ്പോൾ ഈശോയുടെ അമ്മ എപ്രകാരമാണ് നമുക്ക് മാതൃകയും വഴികാട്ടിയുമായി തീരുന്നത് എന്ന് പരിശോധിക്കാം. സ്വർഗീയ ദൈവസമൂഹത്തിന്റെ ഭൗമിക പതിപ്പാണല്ലോ കുടുംബം. തന്റെ പ്രതിരൂപമായി നിലനിൽക്കാൻ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സത്താപരമായ സാക്ഷ്യമായി വർത്തിച്ചുകൊണ്ട് ലോകത്തെ നയിക്കുവാനുമാണ് ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചത്. ഇപ്രകാരം പ്രകൃതിയോടും സഹജീവികളോടും ഐക്യത്തിൽ വർത്തിച്ച് മനുഷ്യജീവിതം സൗഭാഗ്യപ്രദമാക്കണമെന്നതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഈ പദ്ധതി അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിയ ഒരു കുടുംബമായിരുന്നു നസ്രത്തിൽ തിരുക്കുടുംബം. തിരുക്കുടുംബത്തിന് നേതൃത്വം നൽകിയ വ്യക്തി എന്ന നിലയിൽ സമുന്നതമായ സ്ഥാനമാണ് പരിശുദ്ധ കന്യകാ മറിയത്തിനുള്ളത്. ദൈവമഹത്വമായിരുന്നു മറിയത്തിന്റെ ജീവിത ലക്ഷ്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന സ്തുതിഗീതം മറിയത്തിന്റെ അഗാധമായ വിനയത്തിന് നിദർശനമാണ്. ദൈവസ്തുതിയും ദൈവാരാധനയും കൈമുതലാക്കിയിരുന്ന നസ്രത്തിലെ തിരുക്കുടുംബം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മറിയം നടത്തിയ സമർപ്പണം കുടുംബ ജീവിതത്തിൽ പ്രകടമാക്കി. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന് ശിമയോൻ മുന്നറിയിപ്പ് നൽകുമ്പോഴും പരിശുദ്ധ അമ്മ സമചിത്തതയോടെ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി. ഈജിപ്തിലേക്കുള്ള അപ്രതീക്ഷിതമായ പലായനം, നസ്രത്തിൽ നിന്നുള്ള തിരിച്ചുവരവ്, ഇവയെല്ലാം പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ഭാഗങ്ങളാണ്. തീർച്ചയായും കുടുംബ സൗഹൃദത്തിന്റെ അടിസ്ഥാന ശിലകൾ തന്നെയാണ് ദൈവത്തോടുള്ള ആശ്രയത്വവും വിധേയത്വവും. മറിയത്തിന് തന്റെ കുടുംബാംഗങ്ങളോട് അതിരറ്റ സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു. സ്ഥാനമഹിമയിലും ഈശോയുമായുള്ള ബന്ധത്തിലും തനിക്കുണ്ടായിരുന്ന ഉന്നത പദവിയെപ്പറ്റി ചിന്തിക്കാതെ മകന്റെയും നാട്ടുകാരുടെയും മുൻപിൽ യോസേപ്പ് പിതാവിനെ കുടുംബനാഥനായി അവരോധിക്കുന്ന മറിയത്തിന്റെ മാതൃക എത്രയോ അനുകരണീയമാണ്. കാണാതായ ഈശോയെ 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുമ്പോൾ നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഭാഗം മറിയം യോസേപ്പ് പിതാവിന് നൽകുന്ന അംഗീകാരത്തിന് ഉദാഹരണമാണ്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും ഈശോ വളർന്നു വന്നു എന്ന തിരുവചനം പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും എത്ര നിഷ്ഠയോടെയാണ് ഈശോയെ വളർത്തിയതെന്ന് അനുസ്മരിപ്പിക്കുന്നു. ആരോഗ്യകരമായ അയൽപക്ക ബന്ധങ്ങൾ കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും സഹവർത്തിത്വത്തിനും അപരിത്യാജ്യമാണ്. ഗർഭിണിയായ മറിയം തന്റെ ഇളയമ്മയായ ഏലീശായെ സന്ദർശിച്ച് 3 മാസത്തോളം അവൾക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്യുന്നതും കാനായിലെ വിവാഹ വിരുന്നിൽ ആ കുടുംബത്തെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ സപുത്രനെ നിർബന്ധിച്ച് അത്ഭുതം പ്രവർത്തിപ്പിക്കുന്നതും മറിയത്തിന് അയൽവാസികളോടും ബന്ധുജനങ്ങളോടുമുള്ള സ്നേഹത്തെയും സേവന സന്നദ്ധതയെയും വ്യക്തമാക്കുന്നു. ദൈവത്തിന് സ്വയം സമർപ്പിച്ച, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ജീവിച്ച വിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ കന്യകാ മറിയം
കുടുംബറാണിയാണ് കുടുംബിനികളുടെയും. പരിശുദ്ധ മറിയത്തിന്റെ പാവനപാദങ്ങൾ പിഞ്ചെന്ന് നമുക്കും നമ്മുടെ കുടുംബങ്ങളെ നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ ശാലീനതയിലേക്ക്, പൂർണ്ണതയിലേക്ക് ആനയിക്കാം. പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.